വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഒരു പഞ്ചാബി ഹൽവയാണ് ഉണ്ടാക്കുന്നത്. പഞ്ചാബി ഹൽവ എന്ന് പറഞ്ഞാൽ ആട്ട ഹൽവ. അമൃത്സർ ഗോൾഡൻ ടെമ്പിളിൽ പോയവർക്കൊക്കെ കഴിച്ചിട്ട് നല്ല ശീലം ഉണ്ടാവും. അവിടെ പ്രസാദമായിട്ട് ഈ ഒരു ഹൽവയാണ് കൊടുക്കാറ്. അത് സൂചി കൊണ്ടും ഉണ്ടാക്കും, ആട്ട കൊണ്ടും ഉണ്ടാക്കും, രണ്ട് രീതിയിൽ ഉണ്ടാക്കും. പിന്നെ ഈ ഹൽവ എന്ന് പറയുമ്പോൾ സ്പെഷ്യലി ഞങ്ങൾ കോഴിക്കോട്ടുകാർക്ക് ഞങ്ങളുടെ സ്വപ്നത്തിലൊരു ഹൽവയുണ്ട്. അപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഹൽവ വേണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് നമ്മുടെ നാട്ടിലെ ഹൽവ എന്നുള്ള രീതിയിലാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ. പക്ഷെ ഈ ഹൽവ നമ്മുടെ നാട്ടിലെ ഹൽവയായിട്ട് ഒരു ബന്ധവുമില്ല, ഒരു സാമ്യവുമില്ല. ഇത് വേറെ രീതിയിലുള്ള ഒരു ഹൽവയാണ്. ഇനി ഞാൻ കാണിച്ചാൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. പിന്നെ നിങ്ങളോട് എല്ലാവരോടും എനിക്ക് ഈ ഒരു അവസരത്തിൽ നന്ദി പറയാനുണ്ട്, നിങ്ങളോടും യൂട്യൂബിനോടും എല്ലാവരോടും. ബിക്കോസ് വയനാട് എന്ന് പറയുന്ന ഒരു ദുരന്തത്തിന്റെ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ, അപ്പൊ ഞാൻ വലിയ ആളൊന്നുമല്ല, പക്ഷെ എന്നാലാവുന്ന ഒരു സഹായം ചെയ്യാൻ എനിക്ക് കഴിഞ്ഞത് നിങ്ങൾ ഓരോരുത്തരോ കൊണ്ട് മാത്രമാണ്. താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് ഹൽവ ഉണ്ടാക്കാം. ഹൽവ ഓക്കെ, ഇവൻ പറഞ്ഞതാ. ഞാൻ ഷോട്ട് വെക്കുമ്പോ ഞാൻ വരും, എന്നിട്ട് ഞാൻ അമ്മയോട് ചോദിക്കും ഞാൻ എന്താണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അടിപൊളി ആക്ടിങ് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം ആക്ച്വലി ഇത് ഞങ്ങളുടെ അടുക്കളയല്ല കേട്ടോ. ഞങ്ങളുടെ അടുക്കളയിൽ റിനോവേഷൻ നടക്കുകയാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഉണ്ടാക്കുന്നത്. അവിടെ ഒരു സൈഡിലെല്ലാം പൊളിച്ചിട്ടേക്കാണ്. കാരണം ഞങ്ങൾ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് 17 വർഷമായി. അപ്പോൾ 17 വർഷമായിട്ട് അന്ന് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ നമ്മൾ ഈ ദീമക്കൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതൊക്കെ വന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ ഫൈൻ, എന്നാൽ ഫുള്ള് ആ മരമൊക്കെ പൊളിച്ചിട്ട് പുതിയതായിട്ടൊന്ന് ശരിയാക്കാവുന്നത്. അപ്പോൾ അവിടെ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റിലാണ് ഞാൻ കുക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നെയ്യ് ഒഴിക്കണം. ഞാൻ കുറച്ച് ഉണ്ടാക്കണുള്ളൂ കേട്ടോ. അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെയ്യിട്ട് അങ്ങനെ കുളിപ്പിക്കുകയാണ് ചെയ്യുക. പക്ഷെ ഞാൻ നെയ്യ് കാര്യത്തിൽ കുറച്ച് പിശുക്കിയാണെന്ന് പൊതുവെ അറിയാലോ. അപ്പം ഞാൻ കുറച്ച് നെയ്യ് ഓയിൽ ഒക്കെ കുറച്ചാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ നെയ്യ് നന്നായിട്ട് ചൂടാവട്ടെ, നന്നായിട്ട് ഉരുകണം. കുറച്ച് പാല്, അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ചിലപ്പോൾ അവര് വെള്ളം മാത്രമേ ഉപയോഗിക്കുള്ളൂ കേട്ടോ. ഞാൻ പാലിലാണ് ചെയ്യുക. അത് എൻ്റെ ഭാബി പാലിൽ ചെയ്യുന്ന കണ്ടോ പിന്നെ എനിക്ക് അങ്ങനെ. പക്ഷെ എൻ്റെ മദറിലോ ഒക്കെ വെള്ളത്തിൽ ഈ ഏലക്കായ ഇടുക ചെയ്യാം കേട്ടോ. അതൊന്ന് കുത്തിയിട്ടിടണം. അറിയാണ്ട് വീണ് പോയിട്ടോ. കുത്തണം എന്ന് വിചാരിച്ച അവിടെ കുത്താനൊന്നുമില്ല. സോ കൈ കൊണ്ടുതന്നെ ഞാൻ അങ്ങോട്ട് പൊടിക്കും. അപ്പോൾ ഒരു 3-4 ഏലക്ക അങ്ങോട്ട് പൊടിച്ചിട്ട് ഈ പാലിൻ്റെ വെള്ളത്തിലേക്ക്, പാലിൻ്റെ വെള്ളം എന്ന് പറയുന്നത് പാലും വെള്ളവും കൂട്ടിയതുകൊണ്ടാട്ടോ, പാൽ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നമ്മളതൊന്ന് ചൂടാക്കാം. പാലൊരു ഭാഗത്ത് ഏലക്കായ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഗ്ലാസ്സിൽ ഇത്ര ആട്ടയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. ആ ഒരു ചെറിയ ഗ്ലാസ്സിൽ എത്രയാണോ ആട്ട എടുക്കുന്നത്, ഒരു ചെറിയ കപ്പിലാണ് ആട്ട എടുക്കുന്നത്, അതേ ചെറിയ കപ്പിൽ തന്നെ ഷുഗറും എടുക്കണം. പക്ഷെ നിങ്ങൾ അങ്ങനെ എടുത്തോളൂ, അങ്ങനെയാണ് ശരിക്കും അതിന്റെ കണക്ക്. ഞാൻ അങ്ങനെ എടുക്കാറില്ല കേട്ടോ. ഞാൻ കുറച്ചേ എടുക്കുള്ളൂ. ഷുഗർ എനിക്ക് കുറച്ച് മതി. അപ്പൊ ഇത് നന്നായിട്ട് ഇങ്ങനെ ഈ നെയ്യിൽ ഇങ്ങനെ വറക്കണം. എന്നിട്ട് നെയ്യ് നന്നായിട്ട് മുകളിലേക്ക് വരണം. ഈ ആട്ട നല്ല ബ്രൗൺ കളർ ആവണം കേട്ടോ. അതുവരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പൊ ഇതങ്ങനെ ബ്രൗൺ കളർ ആവുന്നുണ്ട്, നല്ല മൂത്ത മണം വരുന്നുണ്ട്, ബ്രൗൺ കളർ ആയിട്ടുണ്ട്, നല്ല നെയ്യൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഞാനൊന്ന് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുകയാണെ. നിങ്ങൾ വൈറ്റ് ഷുഗർ ആഡ് ചെയ്തോളൂ കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഒരു കപ്പ് ആട്ടയാണ് എടുക്കുന്നതെങ്കിൽ ആ ഒരു കപ്പ് ഷുഗർ, അങ്ങനെയാണ് കണക്ക്. പക്ഷെ ഞാൻ അത്ര യൂസ് ചെയ്യാറില്ല, കുറച്ച് കുറഞ്ഞിട്ടാണ് യൂസ് ചെയ്യുക. നിങ്ങൾ വൈറ്റ് ഷുഗർ എടുത്തോളൂ. ഞങ്ങളെ വീട്ടിൽ ഇവിടെ വൈറ്റ് ഷുഗർ ഇല്ലാത്തതുകൊണ്ടാട്ടോ ബ്രൗൺ ഷുഗർ എടുക്കണേ. വൈറ്റ് ഷുഗർ ആയിരിക്കും കുറച്ചുകൂടെ കാണാനൊക്കെ ഭംഗിയുണ്ടാവാം. എന്നിട്ട് നമ്മൾ പിന്നെ ഒന്ന് അതിട്ടിട്ട് നമ്മൾ ഇളക്കാം. എന്നിട്ട് അതിലോട്ട് നമ്മൾ പാലുണ്ടല്ലോ നമ്മുടെ ബോയിൽ ചെയ്ത് വെച്ചേക്കുന്നത്, അതിന് ആവശ്യത്തിനുള്ള പാല് നമ്മൾ ഇതിലേക്ക് ചേർക്കണം. പതുക്കെ വെച്ച് കൊടുക്കണം. നമ്മളതിനെ നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. കുറച്ചുകൂടെ പതുക്കെ മതി. നമുക്കൊരു അളവ് മതി. നമ്മളങ്ങനെ ചുറ്റും അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. കുറച്ച് ബദാം ഇങ്ങനെ എന്നിട്ട് നമ്മൾ അതിന്റെ മേലേക്ക് ബദാം ഇട്ട് കൊടുക്കും. സോ ഭയങ്കര ഈസിയാണ്, ഭയങ്കര ടേസ്റ്റിയാണ്, ഭയങ്കര ഹെൽത്തിയാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.
പാല് ഒഴിക്കുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, ഇളക്കിക്കൊണ്ടിരിക്കണേ, അല്ലെങ്കിൽ കട്ട പിടിക്കും കേട്ടോ. നല്ലോണം ഇളക്കി 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 തന്നെ എടുക്കണം. സോ നമ്മുടെ ക്യാരറ്റ് ഹൽവ ആയിപ്പോയിട്ടോ, സോറി. നമ്മുടെ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാറുണ്ട്, ഒരു ദിവസം ഞാൻ അത് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ആട്ട ഹൽവ റെഡിയാണ്. അങ്ങനെ ബീച്ചിന്റെ ഭംഗിയൊക്കെ കണ്ടിട്ട് നമുക്ക് ഹൽവ കഴിച്ചാലോ മല്ലുട്ടാ? പക്ഷേ ഇതിലൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ബ്രൗൺ ഷുഗർ ആണ് ഉപയോഗിച്ചത്. അപ്പൊ ആ ഒരു കളർ വ്യത്യാസം ഉണ്ടാവും. കുറച്ച് വൈറ്റ് ഷുഗർ ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ നല്ല കളറിൽ കിട്ടും കേട്ടോ. ജമ്മുവിൽ ഉണ്ടാക്കുന്ന സമയത്ത് അവര് വൈറ്റ് ഷുഗർ ഇട്ടിട്ടാണ് ഉണ്ടാക്കുക. പക്ഷെ ഇവരച്ഛൻ വൈറ്റ് ഷുഗർ കഴിക്കില്ല, ആള് ബ്രൗൺ ഷുഗറേ കഴിക്കുള്ളൂ. അപ്പൊ അങ്ങനെ വൈറ്റ് ഷുഗർ ഇവിടെ വാങ്ങാണ്ടായി. ഒന്നാമത് ഞങ്ങൾ എനിക്ക് ഷുഗർ ഉണ്ടാവാറില്ല. എനിക്കാണെങ്കിലും കോഫിക്കൊന്നും ഞാൻ ഷുഗർ ഇല്ലാണ്ടാണ് കുടിക്കാറ്. അപ്പൊ മാക്സിമം ബ്രൗൺ ഷുഗർ ആണ് ഉണ്ടാവുക. അത്രയും അത്യാവശ്യമാണെങ്കിൽ മാത്രമേ ഞങ്ങൾ വൈറ്റ് ഷുഗർ വാങ്ങാറുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുന്നതാണെങ്കിൽ വൈറ്റ് ഷുഗർ ഉണ്ടാക്കിയൊക്കെ കുറച്ച് നമുക്ക് ഒരാളുടെ പ്രസന്റ് ചെയ്ത് വേറൊരു ഗസ്റ്റിനൊക്കെ കൊടുക്കുന്ന സമയത്ത് വൈറ്റ് ഷുഗർ ഉണ്ടാക്കുന്നതായിരിക്കും നന്നാവും. കാണാനൊരു ഭംഗി ഉണ്ടാവട്ടെ. നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്നോട് പറയണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.